ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശ്രീകൃഷ്ണപുരം ഒരു ബാബുജി പാർക്ക് ഉണ്ട്, അവിടേക്ക് പോകാൻ കിട്ടും. ശരിക്കും ഞങ്ങൾ എവിടേക്കും പോകാനൊന്നും കരുതിയിട്ടില്ല. പിന്നെ മാം ഇപ്പോൾ വിളിച്ചൊക്കെയായിരുന്നു, പെട്ടെന്ന് വിളിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ പാർക്കിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഞങ്ങൾ പ്ലാൻ ഇട്ടതാണ് നമുക്ക് പോകാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വേഗം മാറ്റി വണ്ടി കയറിയതാണ്. അപ്പോൾ ഒന്ന് അവിടേക്ക് പോകണതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് കേട്ടോ, നീ എൻ്റെ സ്കൂളോള് വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുകയാണ്. നീയെ പഠിച്ചിരുന്ന സ്കൂളാണ്, ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളിലാണ്. അങ്ങനെ നമ്മൾ പാർക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബാബുജി പാർക്ക്. ഞങ്ങൾ ശരിക്കും നീയൊക്കെ വേറൊരു പാർക്കാണ് കരുതിയത്, ചെത്തല്ലൂരുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടേക്കാണ് എത്തിക്കുന്നത്, ലൊക്കേഷനൊക്കെ ഇട്ടാണ്ട് വന്നത്. അപ്പോൾ ചില റൈഡിന് നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം, അല്ലാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരാൾക്ക് 20 രൂപയുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയാണ്ട് മേമാനിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഓരിത് അവിടെ ഇരുന്ന് ചോക്കോബാറും പോപ്കോണൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. ശുഭി ഒരു ഹായ് പറയുന്നു. പിന്നെ റിമിയും ഇതാ ഇതിൽ കളിക്കുകയാണ് കണ്ടോ. എന്താ റിബിനെയാണ് ഈ വരുന്നത്, റിബിനത് അവിടെ കിടക്കണു. ഒരു നല്ല കളിയിലാണ്. ഇതിലൊക്കെ കളിക്കണമെങ്കിൽ എക്സ്ട്രാ അങ്ങനെ പൈസ കൊടുക്കണം. പിന്നെ ഇത് കുട്ടികൾക്കാണ് കേട്ടോ. അങ്ങനെ ഞാനും ചുബി നീയൊക്കെ ഇവർ രണ്ടാളും കളിക്കണത് ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. കുറച്ച് നേരം പോലെ കളിക്കണൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒക്കെ ചുറ്റി കാണുമായിരുന്നു. അങ്ങനെ ഇതാ അവിടെ ഒരു എക്സസൈസ് ചെയ്യണ സംഭവം പോലത്തെ ഒരു ഇത് കണ്ടു. ഇതുമ്പോൾ ചുബി ട്രൈ ചെയ്ത് നോക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോഴത്തെ നിൽക്കുന്ന കുട്ടി ഇവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ കാര്യങ്ങൾ എന്ന്. ഇതവിടെ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരാള്. ഓ ഈ എപ്പോഴും വരലുണ്ടോ അവർക്ക്? ഈ ഒറ്റക്ക വന്നിക്കണ്. എന്നാൽ പിന്നെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് നമുക്ക് റിബിനെ ചോക്കോബാർ കൊടുന്നു. ഇതാ ഓള് ചോക്കോബാർ ഇടുന്നു. നീയും റിബിനും ഇവിടെ ഊഞ്ഞാലാടുകയാണ്. ഐസ്ക്രീം ഞാൻ ചോക്കോബാറും ഇവരൊക്കെ ഐസ്ക്രീമാണ്, കോൺ ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിക്കണത്. ഇതെന്താ വാങ്ങണ? ഇതാ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചോക്കോബാർ. കണ്ട സ്നേഹം കൊണ്ട് കൊടുക്കുക. പിന്നെ ഇതാ മാമി റിബിനി ഊഞ്ഞാലാടുന്ന വീഡിയോസ് എടുക്കുകയാണ്. അവൾക്ക് ഇങ്ങനെ വീഡിയോസ് എടുത്തെടുക്കുകയാണ്. ഇതാ ഇവിടെ ഇവിടെ തവള തപ്പിയിട്ട് ഇവിടെ ഇരിക്കണു. എന്താ പിന്നെ ഇതാ ഞാനും ചുബിയും ഇതാ ഈ ഒരു സീസോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് ശരിക്കും ആവണുണ്ടോ എന്ന് പോലും മനസ്സിലാവുന്നില്ല. ദനിയും റിവിനിയും ഇവിടെ നല്ല ആട്ടാണ് കേട്ടോ. ഇത് വേറെ ശരിയാവുന്നുണ്ട്. പിന്നെ എന്താ വേറൊരു സംഭവം, ഇതെന്താ അറിയില്ല, പക്ഷെ ഒരു ഊഞ്ഞാല് പോലെയാണ്. അപ്പുറത്തും ആൾക്കാരും കിട്ടും ഇങ്ങനെ ആട്ടാ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അത് ഞാനും ചെറിയ കൂടി ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ എന്താ അമ്മയും നേരം കൂടി എന്താ ഒരു ഊഞ്ഞാലിരുന്ന് ആടുകയാണ്. രണ്ടാളും കൂടി സ്പീഡിലാട്ടിൻ്റെ പറഞ്ഞിട്ട് ഒരു മെല്ലിരുന്ന് ആടുകയാണ്. ശുഭിനെ എന്താ ഇവിടെ വേറൊരു വണ്ടിമ കയറിയ പോലെ ഒരു ഊഞ്ഞാലിമ കയറിക്കണു. റിമിനെ സാധാരണ ഊഞ്ഞാൽ കഴിക്കുന്നത്. അങ്ങനെ ശുഭിനെ കയറിന് ഞാനും ഒന്ന് ട്രൈ ചെയ്തതാണ്. ശരി എന്താ സംഭവം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഓരോ സംഭവങ്ങൾ അങ്ങനെ ഞാനും നീയും കൂടി എടുക്കുമ്പോൾ കയറിയത് രണ്ടുപേരും കൂടി. പക്ഷേ രണ്ടുപേരും കഴിഞ്ഞൊരു സുഖം ഉണ്ടായിട്ടില്ല ആടാട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇതും വരുന്നു. അങ്ങനെ ഇവിടുത്തെ കുറച്ച് നേരം കളികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നീയും റിമിനെയും ഈ ഒരു സാധനത്തിനൊക്കെ വന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ആടുന്നതാണ്. ഇത് പിന്നെ ഞങ്ങളൊന്നും ഇരുന്നില്ല കേട്ടോ. ഇവർ രണ്ടാളും തന്നെയാണ് ഇരുന്നത്. അങ്ങനെ ഇതിങ്ങനെ ആട്ടി കുറച്ച് നേരം ഓരോ ഇരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതിന് മേലെ ഒരു എക്സസൈസ് ചെയ്യണ പോലത്തെ സംഭവമുണ്ട്. അവിടെ നിന്നിട്ട് കണ്ട് ശുഭി ചെയ്യണം. അങ്ങനെ ചെയ്യാൻ എനിക്ക് ശരിക്കും ഈ സംഭവം വയ്ക്കാനുള്ള ശുഭിനെ ചെയ്യണ പോലെ. അപ്പം ഞാൻ ഇന്ന് വിട്ടി കളഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും റിമിനും കൂടി വേറൊരു സംഭവത്തിൽ കയറി കേട്ടോ. ഇതാണത്. എന്താ പറയുക, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ ഒരു സാധനത്തിൻ്റെ പേരുകളൊന്നും എല്ലാവരും ഊഞ്ഞാലറിയില്ല, വേറൊന്നും അറിയില്ല. ഞങ്ങൾ കുറച്ച് നേരം ഇത് ട്രൈ ചെയ്തു. ഇത് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എക്സസൈസ് ചെയ്യുക. ഇവിടെ വന്നിട്ട് 20 രൂപയിൽ ആകെ ടിക്കറ്റ് അതും കൊടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്യുക ഇവിടെ വന്നിട്ട്. അങ്ങനെ പിന്നെ റിബിനാക്കി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനത് വിട്ടിട്ട് വേറെ സംഭവം കയറി. ഇത് നമ്മളെ വയറൊക്കെ കുറേ നല്ല ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചുറ്റി കുറച്ച് നേരത്ത് ട്രൈ ചെയ്തു. പിന്നെ എനിക്ക് ഈ സംഭവം എങ്ങനെ ചെയ്യേണ്ടത് പഠിഞ്ഞു. അപ്പം ഞാൻ അത് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ ഇനി ഞാൻ ഇതുമൊക്കെ തന്നെ കയറി കേട്ടോ. ഞാൻ ശുഭിൻ്റെ ഒപ്പം ഒന്ന് ട്രൈ ചെയ്യാൻ കരുതിയിട്ട് അങ്ങനെ ശുഭിൻ്റെ ഒപ്പം ഇരുന്നു. എൻ്റെ പേരെന്താണ്? ഗൈസ്, ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിരിക്കുന്നു. ഞാൻ യൂട്യൂബിലിടും.
അതാ അങ്ങനെ പിന്നെ ഓനോട് കുറച്ച് നേരമൊക്കെ വർത്താനോ പറഞ്ഞിരുന്ന് ഞങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടോ കുറച്ച് സംഭവങ്ങൾ. അവിടേക്ക് കയറി ഇവിടെ ഒരു സൈക്കിൾ ഓട്ടാനുള്ളൊരു സംഭവമുണ്ട്. സൈക്കിൾ മീൻസ് ഒരു കാർ പോലെ എന്തോ ഒരു സൈക്കിളാണ്. നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന പോലെ അങ്ങനെ ചവിട്ടുക ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ അവിടെ ഇതിന് സെപ്പറേറ്റ് വേറെ ക്യാഷ് കൊടുക്കണം. പിന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിനും ക്യാഷ് കൊടുക്കണം. പിന്നെ വേറെ എന്തോ സൈക്കിളിൻ്റെ സംഭവമുണ്ട്. പിന്നെ ഒരു തോണി പോലെ ഒരു സംഭവം, അങ്ങനെ ഒരു കുട്ടി ഇവിടെ ഓട്ടുന്നുണ്ട് വണ്ടി, അങ്ങനെ അതുണ്ട്. പിന്നെ ഒരു ഗാന്ധിജിയുടെ പ്രതിമയുണ്ട് നമ്മളെ. അങ്ങനെ ഞാനെന്നെയും ഇവിടെ ഫുള്ള് ചുറ്റി കാണുകയാണ് കേട്ടോ, ഇങ്ങനെ വീഡിയോസും എടുക്കുന്നുണ്ട്. അപ്പോഴാണ് റിന്നത് ആ സൈക്കിൾ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട്, ഈ ഒരു സൈക്കിൾ മീൻസ് ഒരു കാർ പോലത്തെ സംഭവം ഇതിങ്ങനെ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിന്ന് കയറിയത്. നേരെ ഓടിക്കാൻ വയ്ക്കണമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഓടിച്ചപ്പോൾ അവൾക്ക് ശരിയായി. ഞങ്ങൾ ഇതാ രാവിലെ വരണല്ലേ, ഇതൊന്നും കാണുന്നില്ല. നമുക്കൊരു പേടിയില്ല. വലിയ സീനില്ല ഗൈസ്. ഇപ്പോൾ ഫുൾ നല്ല എന്തായാലും പറയാൻ അങ്ങനെ നമ്മൾ ഇറങ്ങാറായിരിക്കുന്നു. വലിയ സീനൊന്നുമില്ല, ചെറുതായിട്ടൊരു പേടിച്ച് അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അടിപൊളിയാണ്. അറിയില്ല എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നീയാ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പറ. അങ്ങനെ നമ്മൾ അതിന്ന് ഇറങ്ങി കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അടിപൊളിയായിട്ടുള്ള സംഭവം. അപ്പത്തിന് ഇവൾക്ക് വണ്ടി ഓട്ടലും പിടിഞ്ഞു നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പത്തിന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇതാ എല്ലാവരും വരിക്ക് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് നേരം കൂടി ഊഞ്ഞാലാടി. ഇപ്പോൾ ഇരുട്ടായിട്ടുണ്ടോ കേട്ടോ കുറച്ചൊക്കെ. അപ്പം നമ്മൾ ഇത് ലാസ്റ്റ് ഒന്ന് ഊഞ്ഞാലും കൂടി ആയിട്ട് പോവുക വെച്ചിട്ടാണ് അങ്ങനെ ഊഞ്ഞാലാടാ പറഞ്ഞ് ഊഞ്ഞാലാടുകയാണ്. ഒക്കെ കഴിഞ്ഞ് ഇനി പോവാൻ നിൽക്കല്ലേ, പോവാനായി വീട്ടിലേക്ക് തന്നെ. അങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കുമ്പോഴാണ് വണ്ടിയിൽ കയറാൻ നിൽക്കുന്നു. അപ്പോഴാണ് അവിടെ അടുത്തൊരു ചായക്കട കണ്ടത്. അങ്ങനെ അവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ട് പോവുക പറഞ്ഞിട്ട് അവിടേക്ക് കയറി. ഞങ്ങൾ ഇത് ഇവിടെ കയറിയിരുന്നു. ചായയൊക്കെ പറഞ്ഞു കേട്ടോ. എല്ലാവരും ചായ പറഞ്ഞത്, പിന്നെ മാത്രം ജ്യൂസാണ് പറഞ്ഞത്. പിന്നെ സാൻഡ്വിച്ച് വാങ്ങി. പിന്നെ അമ്മ ഈ സംഭവം എന്താ വാങ്ങി, ഇതിൻ്റെ പേരെന്താ അറിയാം, ചിക്കനൊക്കെ ഉള്ള സംഭവമാണ്. പിന്നെ ഞാൻ പരിപ്പുവട വാങ്ങി. പിന്നെ സാൻഡ്വിച്ചാണ്. പിന്നെ ഉപ്പ സുഖിയാൻ പറഞ്ഞ സംഭവം അതും വാങ്ങി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഈ നായ ഒന്നും കിട്ടാതെ അങ്ങനെ വിശന്ന് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ മുട്ട പൈസയൊക്കെ കൊടുത്തിട്ടതിന് അങ്ങനെ ഞങ്ങൾ ഓല വീട്ടിലേക്കും പോവുകയാണ്. ഞങ്ങളെ വീട്ടിലേക്കും പോവുകയാണ്. അപ്പോൾ നമ്മളെ പാർക്കത്തെ എൻജോയ്മെൻറ്റൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിലൊക്കെ പോയി ഫുൾ എൻജോയ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ എന്താണെന്ന്. അങ്ങനെ അപ്പോൾ ഇനി അടുത്ത വ്ളോഗായിട്ട് നമ്മൾ തിരിച്ച് വരുന്നുണ്ട്. ബൈ ബൈ.